ഹലോ, എന്താ ഒളിഞ്ഞു നോക്കുന്നേ? ഓഹോ, അപ്പൊ നമ്മളാണല്ലേ? നമ്മൾ എങ്ങനെ ആണാവും? നമ്മൾ ആണും പെണ്ണുമല്ലേ? തമാശ. ഇനി വലിയ തമാശ ഒന്നും വേണ്ട. എനിക്കപ്പോഴും സംശയം ഉണ്ടായിരുന്നു. രവി ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണത്തി പറയട്ടാ. എന്ത്? ഒക്കമാണ് അഭിരാമി, ഇനി ഈ പൊട്ടങ്ങളി വേണ്ട. ഇറ്റ്സ് യു. മിസ്റ്റർ ഡെന്നിസ്, എന്റെ കസിൻസ് മുഴുവൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്തിരി വട്ടുണ്ടെന്ന്. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ അതെന്തോ ആവട്ടെ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഇന്നലെ രാത്രി വിൻഡോയുടെ അടുത്ത് വന്ന് ഔട്ട് ഹൗസിലേക്ക് നോക്കിയെന്ന് അഭിരാമിയല്ലേ? ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഔട്ട് ഹൗസിൽ നിന്ന് കേട്ട പാട്ട്, അത് കേട്ടപ്പോ തൊട്ട് എന്റെ ചുണ്ടിലുണ്ട്. മുഴുവനും കേൾക്കാനും കഴിഞ്ഞില്ല. ആ ടേപ്പ് എനിക്കും തരുമോ? അപ്പോ അഭിരാമിയല്ലേ ആ പാട്ട്? അവളാവാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അവൾ അങ്ങനെ ഒരു സാധാ പെമ്പിള്ളേരുടെ നമ്പർ ഒന്നും കാണിക്കില്ല. എടാ, സാധാ പെമ്പിള്ളേരുടെ നമ്പറാണ് ഈ കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുന്നത്. എനിക്ക് അവളെ സംശയമുണ്ട്. വിളഞ്ഞ വിത്താവൾ. അത് കറക്റ്റ്. പക്ഷേ ഈ ചുറ്റിക്കളിക്കൊന്നും നിൽക്കാതെ ഏതവളായാലും അവൾക്ക് മുന്നോട്ട് വന്ന് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, ചേട്ടാ ഐ വുഡ് ലൈക്ക് ടു മാരി യു എന്ന്? എടാ, അതിലെന്താ ഒരു ത്രില്ല്? കണ്ടുപിടിക്കണം. എന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കും പോലെ ആ കൂട്ടത്തിൽ നിന്ന് അവളെ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് മുന്നോട്ടിട്ട് മുഖത്ത് നോക്കി ചോദിക്കും, ഓർമ്മയുണ്ടോ ഈ മുഖം? അതല്ലടാ, മോളെ ദുബായിലേക്ക് പെട്രോൾ കയറ്റി അയക്കല്ലേ എന്ന്. അല്ല, ഇങ്ങനെ ചോദിക്കണം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേടി മോളെ. അതെങ്ങനെയാടാ സിറ്റുവേഷൻ മാച്ച് ആവുന്നത്? ആവുന്നില്ല അല്ലേ? എന്നാ പിന്നെ എന്ത് പിണ്ണാക്കെങ്കിലും പറയാം. ആദ്യം അവൾ ആരാണെന്ന് അറിയണം. എന്നിട്ട് കഴിയുന്നതും വേഗത്തിൽ അവളെ കെട്ടുക. മുത്തശ്ശന്റെ കംപ്ലീറ്റ് ക്യാഷുകൾ അടിച്ചു മാറ്റുക, കടങ്ങൾ വീട്ടുക. എന്നിട്ട് ഒരു അടിപൊളി ഫാം. ആഹാ, അകട്ടിൽ മെഷീൻ വെച്ച് കറക്കുന്ന 100 കണക്കിന് പശുക്കൾ. അമുൽ കമ്പനി പൂട്ടിച്ചിട്ടേ എനിക്കൊരു വിശ്രമമുള്ളൂടാ. എടാ പൊട്ടൻ ചങ്കു, ആദ്യം അവൾ ആരാണെന്നറിയും, എന്നിട്ട് ആലോചിക്കാം അമുൽ ടിൻ പൊട്ടിക്കുന്ന കാര്യമൊക്കെ. ആ പാട്ടാണ് കയറി പിടിക്കാൻ പറ്റിയൊരു തുമ്പ്. ഒരു ഐഡിയ വരുന്നുണ്ട്. അവളെ കൊണ്ട് ആ പാട്ട് പാടിക്കാൻ കഴിയും. Our honorable chief guest Colonel Pia Menon and Mrs. Menon have come. Yay! എന്താണ് ഇത്? ഇവള് ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നു. എന്താ സംഭവം? കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ്സ്, കലാപരിപാടികൾ. ഹലോ, ഈ കലാപരിപാടികൾ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? ഐറ്റംസ് പാട്ടുകള്, ഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, യുഗ്മഗാനങ്ങൾ, സമൂഹ ഗാനങ്ങൾ, സോങ്സ്. മറ്റു കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും പാട്ട് വേണം അല്ലേ? പിന്നെ പാട്ട് വേണം. വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ്? ഈവൻ മുത്തശ്ശിനും മുത്തശ്ശിക്കും വരെ പങ്കെടുക്കാം. ഓക്കേ, രണ്ടുപേരും ഒരു ഡ്യുവറ്റ് പാർട്ടി ഡാൻസ് ചെയ്യൂ. കം ഓൺ. പിന്നെ ബെസ്റ്റ് പെർഫോമർക്ക് ഒരു പ്രൈസ് ഉണ്ട്. അത് മുത്തശ്ശന്റെ മകൾ തന്നെ ആവട്ടെ. ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് വേണോ? 1000 rupees വേണം. അത് നീയാണ് നിശ്ചയിക്കുന്നത്? അല്ല, ഞാനൊരു സജഷൻ പറഞ്ഞു. വേണ്ട, രണ്ടുപേരും കൂടെ വഴക്കൂടണ്ട. 1000 rupees എങ്കിൽ അതെ, ബോറം പരിപാടിയാണെങ്കിൽ കൂവാലോ, അതിന് ടാക്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ തന്നാൽ കഴിയുന്ന വിധം ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് തുടങ്ങാം. ആരാണ് ആദ്യമായിട്ട് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്നത്? ഒരു കർട്ടൻ റൈസർ പോലെ മോനായിയുടെ ചെറിയ. അതെ, എന്റെ ഒരു ചെറിയ റൈസർ. പക്ഷെ രവി സാറിനെ സഹായിക്കണം. ഓക്കെ, ആനയെ കാണിച്ചതല്ല മോളെ, ഇനി എലീനെ കാണിക്കാട്ടോ. പൂച്ചകളുടെ ശല്യം സഹിക്കവയ്യാതെ ഒരു പാവമെലി തന്റെ ഇഷ്ടദേവനായ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് മോനായി കാണിക്കുന്നത്. അതെ, ഈ എലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനം ദേ പൂച്ച എന്ന് പറയുമ്പോ ഈ എലി പേടിക്കും. അപ്പൊ എലിയുടെ മുഖം നമുക്ക് കാണേ. റെഡി സാർ? റെഡി. സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാനെ, അവിടെ നീ സാധുവിനെ രക്ഷിക്കണേ. നാട്ടിൽ മാർജാരത്തെണ്ടികളുടെ ശല്യം വല്ലാതെ ഇൻക്രീസ് ആയിരിക്കുന്നു. അവിടെ നീ റാസ്കൽസിനെ വാനിഷ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ എനിക്ക് ക്രൂവലായിട്ടുള്ള റിവെഞ്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. അല്ല, മോനായി ഇപ്പൊ ഒരു നമ്പർ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാട്. അതെ, ആരാന്ന് വെച്ചാൽ വേഗം മുന്നോട്ട്. എനിക്ക് മനസ്സിലായി സാറുമാരുടെ ഐഡിയ. അവരുടെ കാസറ്റിൽ പാടിയ പാർട്ടി. എന്താ, നിങ്ങൾക്കാർക്കും പാട്ടറിയില്ല? അവരുടെ പാടുന്നു. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ഹിന്ദി പറ്റില്ല. ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് ഒട്ടും പറ്റില്ല. മലയാളം?
മലയാളം. മാത്രമല്ല നമ്മൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പാട്ടും ആവരുത്. അതെങ്ങനെയാ? ആരും കേട്ടിട്ടില്ലാത്ത പാട്ട്? അതായത് ഉദാഹരണത്തിന് നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടിന്റെ ആദ്യത്തെ 4 വരി രവി പാടും. അതിന്റെ ബാക്കി പാടുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസ്. ഓക്കെ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഇതിന്റെ ബാക്കി പാട്. ഈ പാട്ടിന്റെ ബാക്കി അറിയാവുന്നവരാരോ ഈ കൂട്ടത്തിലുണ്ട്? കമാൺ. നല്ല പാട്ട്, ബാക്കിയും കൂടെ പാട് രവി. ബാക്കി ഇവരാരെങ്കിലും പാടട്ടെ മുത്തശ്ശി, അതാണല്ലോ മത്സരം. ഞങ്ങൾ അറിയില്ല. ബാക്കി രവി തന്നെ പാട്. ബാക്കി എനിക്കും അറിയില്ല മുത്തശ്ശ. കള്ളം, പച്ച കള്ളം. ഈ പാട്ട് ഇവരുടെ ഔട്ട് ഹൗസിൽ നിന്ന് ടേപ്പ് റെക്കോർഡിൽ പ്ലേ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. രവിയുടെ അറിയാം, ചുമ്മാ നമ്പരാ. മറന്നുപോയി. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. പഠിച്ചിട്ട് വരാം. എന്നിട്ട് വന്ന് പറ. ഞാൻ എന്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് അത് ഞാൻ ഇട്ട് തരാം. എന്നിട്ട് എന്നെ വലിക്കണേ. അപ്പൊ ഞാൻ വരാം. അസൂയ അസൂയ അസൂയ. ഒരാഴ്ച കൂടെ പന്നീനെ കൊല്ലും ഞാൻ. ഇവിടെ പൂച്ചയ്ക്ക് വെച്ചത് മോനായിക്ക് കൊണ്ട് മോനായിടാ. താങ്ക് യു. താഴെ വീണ കൂവിക്കോട്ടെ. കൂവിക്കോ. പക്ഷേ ഒരു റൗണ്ട് ഈ ഫാമിന് ചുറ്റും കറങ്ങി വന്നാ അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. നീയൊക്കെ സത്യത്തിൽ അമ്മി ചേച്ചിക്ക് റൈഡിങ് അറിയാവോ? What a question. ഈ റൈഡിംഗ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞോണ്ടൊന്നും കാര്യമില്ല. ഇതൊരു ആർട്ടാണ്. നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. അഭിരാമി വേണ്ട, അവൻ വികൃതിയാ. പരിചയമില്ലാത്തവർക്ക് അവനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. താഴെ ഇറങ്ങ്. പരിചയം എന്ന് വെച്ചാൽ എങ്ങനെയാ? ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. അല്ല, മനസ്സിലായില്ല. അത് താഴെ വീഴുമ്പോ താനെ മനസ്സിലാവും. അതെ, റൈഡ് ചെയ്യാൻ മോഹം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോണിയുണ്ട്. അയ്യാടാ, ആ ഏണിയിലേ ചേട്ടൻ അങ്ങ് റൈഡ് ചെയ്താ മതി. എന്നാ പിന്നെ അനുഭവിച്ചു തന്നെ പഠിക്ക്. ഓ പഠിച്ചോളാം. ഇതെന്താ അനങ്ങാത്തെ? തള്ളണോ? ഈ ആർട്ട് ഓഫ് റൈഡിംഗ് പറയുന്നത് ഇങ്ങനെ പൊത്തോന്ന് വീഴുന്നതാ. ചിലപ്പോ വീണുന്നൊക്കെ വരും. അതുകൊണ്ടൊന്നും ആമി തോൽക്കില്ല. കാണിച്ചുതരാം ഞാൻ. വീഴ്ചകളിൽ നിന്ന് പഠിക്കണം കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ. അല്ലാതെ ചുമ്മാ ഈഗോ കയറി വീണ്ടും അബദ്ധം കാണിച്ചാൽ മണ്ടത്തരമാണ്. അത് അഭിരാമിയെ പോലൊരു കുട്ടി. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഓക്കെ? കമോൺ. ആരെങ്കിലും ഒന്ന് ഉന്തിത്തള്ളി കൊടുക്ക്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അഭിരാമിക്ക്. അയ്യോ പ്ലീസ് ആമി, അത് വേണ്ട. കുറച്ച് കൂടി പോകും. കൂടി പൊട്ടക്കണ്ണാടി. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. അയാളെന്നാ വൈൻ സെഷൻ പൊളിച്ചു. ഇപ്പതാ അയാളെ കുതിരയെ നോക്കി എന്തോ ഒരു സിഗ്നൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ താഴെ വീണത്. അയാൾക്കിട്ടൊരു താങ്ങ് താങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. മാങ്ങാ തൊലി. എടി, നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഉറക്കെ ദാ ആമി കരയുന്നു, മുത്തശ്ശ ഓടി വരൂ എന്ന് വിളിച്ചു പറഞ്ഞാ മതി. വാ, കം ഓൺ. പാമ്പല്ല, കുതിര.
അത് ഷേപ്പ് മാറി കുതിരയായി. കൂടെ ഒരു എക്സ്പേർട്ട് റൈഡറും, ബെത്ലഹേം ഡെന്നിസ്. അഭിരാമി കളി വേണ്ട. വീഴ്ചകളിൽ നിന്നും ഞാൻ മാത്രം പഠിച്ചാ പോരല്ലോ, ഇയാളും കൂടി ഒന്ന് പഠിക്ക്. എന്തായി കാണിക്കുന്നേ? കാണിക്കാൻ പോണേ ഉള്ളൂ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയാള് ബാത്റൂമില്. മുത്തച്ഛാ, അയ്യോ, ആരെങ്കിലും ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. ആമി കരയുന്നു. ഔട്ട് ഓഫ് ദി ബാത്റൂമില്. അയ്യോ, ഓടി വരണേ. മുത്തച്ഛാ, മുത്തച്ഛാ, അയ്യോ, എന്നെ കേറി പിടിച്ചാ. അയ്യോ, പിടിച്ചതല്ല. ഞാൻ അയ്യോ, ആരെങ്കിലും ഓടി വരണേ. എന്താ ആവിക്ക് എന്ത് പറ്റി? മോളെ ആവി, മുത്തച്ഛാ, ഓടി വരണേ. മുത്തച്ഛി, ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. അയ്യോ, എന്താ ഡെന്നിസ്, എന്താ ഉണ്ടായത്? എന്താ എന്ത് പറ്റി? ഈ അഭിരാമി ബാത്റൂമില് വെറുതെ എന്നെ ഈ പാമ്പുണ്ടെന്ന് പറഞ്ഞ് പാമ്പോ? ചുമ്മാ മുത്തച്ഛാ, ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോ ഇയാളെന്റെ പിന്നാലെ കയറി വന്നു മുത്തച്ഛ. എന്നിട്ട് എന്റെ അടുത്ത് I love you എന്ന് പറഞ്ഞു മുത്തശ്ശി. അയ്യോ ഇല്ല, കള്ളം. അഭിരാമി ഇങ്ങനെ കള്ളം പറയരുത്. ഇതിനകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴാ ഞാൻ. കള്ളം. ആരെങ്കിലും കയറി നോക്കോ അതിനകത്ത് പാമ്പുണ്ടോന്ന്? എനിക്കിനി ജീവിക്കണ്ട, ഞാൻ suicide ചെയ്യും. No, she is lying. മുത്തശ്ശ, she is lying. Get lost, you scoundrel.